വാ 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 നിക്ക് വാ വാ ലാപ്പെടുത്ത് പോരെ വാ 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 എണീക്കേ കയാക്കിങ്ങിന് പോയേ ആ കയാക്കിങ്ങിൽ തുഴഞ്ഞാൽ അങ്ങനെ തുഴഞ്ഞാൽ മതി ബാ വാ 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 ലാപ്പെടുത്തോ എടുക്ക് വാ പോവാ കയാക്കിങ് നിക്ക് എണീക്കേ ഇതുവരെ ഒരുമിച്ച് പോവാതെ ഇപ്പൊ മാന്യന എന്താ പോരില്ലേ ഓ കിസ് ചെയ്തു രണ്ടാളെ പക്ഷെ ഞാനും ചെയ്തില്ല ആ രണ്ടാളും ചെയ്ത് മൈക്ക് അവിടെ എങ്ങായി മൈക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത്ര നല്ല മൈക്കൊക്കെ മറ്റേ പറയും വരാൻ പോണ മുട്ടായി കൊടുക്കല് പറയട്ടെ എന്തായാലും കേരളക്കാരുള്ള എല്ലാ മക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാരും ഈ വരുന്ന മാസങ്ങളിൽ നെട്ടും ഇല്ലെങ്കിൽ നിഹാൽ നെട്ടിക്കുന്നതാണ്. അതെന്താ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ് നമ്മൾ കടമക്കുടി പോവുകയാണ്. വർക്കഹോളിക് ലാപ്പ് എന്നൊക്കെ ആയിട്ട് ഇറങ്ങിക്കണേ. ഓക്കെ ഇജ്ജ് പോരില്ല ഇജെന്താ ലാപ്പം പിടിച്ച് നിൽക്കണേ ദുബായിലാ? ഗായ്സ് നിഹാൽ ഇതാ ഇവിടെ വർക്കഹോളിക്കാണെന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ലാപ്പുമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എടവാനൊക്കെ നിഹാലെ കയറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിക്കുക വരാണ്ടിക്കാൻ. സ്വിഗ്ഗിന്ന് ഓർഡർ എടുത്ത് തരണായി അതിന് തട്ടിട്ടോ ഇവെന്താ കാട്ടിനോട് കേറിയാ പോരെ കേറി നിഹാലേ. അപ്പൊ ഗായ്സ് നമ്മുടെ കൂടെ നിഹാൽ എത്തിയിരിക്കുന്നു. തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും നമ്മളുടെ കൂടെ സമയം പങ്കുചേരാൻ വേണ്ടി നിഹാൽ ഈ കുട്ടികളൊക്കെ കുട്ടികള് ആണോ? ആ അതാ കുറെ കുട്ടികൾ കയ്യാടണ ദീദോ പോവാ വരാണ്ടോ? ദീദ് പറയണത് നമുക്ക് സൺസെറ്റ് കിട്ടുന്നാണ്. നമ്മളവിടെ കിട്ടും. ജസ്റ്റ് ഇങ്ങനെ നമ്മളവിടെ എത്തുമ്പോ പോണാണോ കാണാ? കടമക്കടിയാ കടമക്കടിന്ന് പറഞ്ഞേ. ഞാലേ ഈ മൈക്ക് വെച്ചാ എന്റെ മൈക്ക് ഉണ്ട് ഓൾറെഡി. അത് ഒന്ന് മൈക്ക് ഞാൻ സൽമാൻ കൊടുക്കാനേ. സൽമാൻ മൈക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ആ ചെങ്ങായി കൊടുക്കത്ത കോള് സുലൈമാനെ വന്നിട്ട് കാണാന്നാലേ മുന്നോട്ടൊക്കെ ബ്രോ വിളിക്ക്. ഇങ്ങോട്ട് ഇരിക്കണോ? എന്റെ മുത്തിന് ഇങ്ങോട്ട് ഇരിക്കണോ? അല്ല കാര്യം ആ കോളിൽ ഇരിക്കണോ? തുടങ്ങിയപ്പോ സ്ഥലം കൊടുക്കണോ? നമ്മള് വർക്കിന് വേണ്ടി എന്തും ചെയ്ത് കൊടുക്കും. വർക്കിന് ശല്യം ചെയ്യൂല. എന്താ അറിയോ ഇപ്പം വ്ളോഗില് ഇപ്പം പണിയെടുക്കണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് എടുത്താണല്ലേ. അപ്പൊ ഒന്നും കാട്ടുണ്ടാവില്ല. വെറുതെ ഇങ്ങനെ മൗസ് പാഡ് ഇങ്ങനെ. എടാ ഇത് AC ഇടുവോ? എടാ പാട്ട് കോപ്പിറൈറ്റ് ഇട്ടോ. ശരിക്കും നമ്മള് വെള്ളടിച്ച് ഡാൻസ് കളിച്ചാണ്. ഇത് ഇപ്പം പുറത്താക്കിയാണേ. ബാസില് ഏതോ പാട്ട് കേട്ടിട്ട് ഷോർട്സ് ഇട്ടിക്കണ്. അവിടെ മൈക്ക് ഉണ്ടോ? മൈക്കിട്ടെ കറക്റ്റ് കള്ളുടിയാൻ ഇവനെ അഭിനയിക്കാണെന്നാണ് പറയുന്നത്. പക്ഷെ കൊച്ചിയെ പറ്റി രണ്ട് കൊച്ചിയിലെ ടോപ്പ് 5 സ്ഥലങ്ങൾ കൊച്ചിയിലെ ടോപ്പ് 5 സ്ഥലങ്ങൾ പറയട്ടെ. ഈ പറയും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ പറയും.
നമ്മളെ വ്ലോഗ് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓൽക്ക് കൊച്ചിയിൽ കുറച്ച് സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. എടപ്പള്ളി നല്ല സ്ഥലം, എടപ്പള്ളിയിൽ കുറെ നല്ല സ്ഥലങ്ങളുണ്ട്. കൊറേ നല്ല സ്ഥലങ്ങൾ. എന്തൊക്കെ സ്ഥലങ്ങള്? അത് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റൂല. പാലായിട്ടത്ത് കുറച്ചധികം സ്ഥലങ്ങളുണ്ട് അടുത്തായിട്ട്. പിന്നെ 2 സ്ഥലം മതി തൽക്കാലം. ആകെയാ പിന്നെ തറ. അപ്പൊ നിഹാൽ ഒരു ടോപ്പ് 10 കൊച്ചിയിലെ സ്ഥലങ്ങൾ പറയൂ. ടോപ്പ് 10 കയാക്കിംഗ് അത് വിട്. ഓക്കെ ജനക്കറിയുന്ന സ്ഥലങ്ങൾ പറഞ്ഞാൽ മതി. നബീൽ ഇന്നലെ രാത്രി പോയൊരു ടോപ്പ് 2 സ്ഥലങ്ങൾ പറയും. എബില് രാത്രി കേട്ട് പോയില്ലേ? എബില് രാത്രി കേട്ട് പോന്നു പറയൂ. ടോപ്പ് 10 സ്ഥലങ്ങൾ സ്ഥലങ്ങളോ? കയാക്കിങ്, പിന്നെ കയാക്കിങ് ബർഗർ കഴിച്ച സ്ഥലല്ലേ? ബിയോണ്ട് ബർഗറോ സ്ഥലല്ലേ അറിയാത്ത പോലെ. അതിന്റെ പേര് അറിയില്ലേ? ബിയോണ്ട് ബർഗർ വോയേജർ. അത് അടിപൊളിയാണ്. പിന്നെ കുറവല്ലേ നിങ്ങൾ എന്താ ഈ ടോപ്പ് 10 ഉദ്ദേശിക്കണെന്ന് മനസ്സിലാവണ്ടേ? ടോപ്പ് 10 സ്ഥലങ്ങൾ കൊച്ചിയിലെ ആൾക്കാർ കൊച്ചി കാണാത്ത ഒരാൾ. ദീദുവിന്റെ വീട് മസ്റ്റ് വിസിറ്റ് ചെയ്യണം എല്ലാരും. കൊച്ചി വരാത്തവര് കാണാത്തവരൊക്കെ ഇന്നലെ രാത്രി കൊറേ ടീമുകൾ വന്നിറ പാട്ട് പാടാ. ഈ പെരക്കാർക്ക് ബുദ്ധിമുട്ടാവില്ല. ഞങ്ങൾ ഇങ്ങനെ പെരങ്ങനെ ബ്ലോഗിലും കാണിച്ചു കൊടുത്ത് വണ്ടി നോക്ക് ഇതാട്ടോ. അപ്പൊ ഇന്ന് ഹർത്താലായതുകൊണ്ട് നബീൽ എന്തിനു പണിച്ചാല് ഇത് ടമാറ്റോ ഓടാൻ വയ്ക്കന്നെ പോലീസ് പിടിച്ച് പൊക്കി സീനാക്കി. കണ്ടില്ലേ? നിഷ്കളങ്കമായ മോന്ത. എന്തൊക്കെ ടൗസർ മള്ള എന്റെ ലോകല് പറയുന്ന നമ്മക്ക് അങ്ങനൊന്നുമില്ല. എന്റെ ഒന്നുമില്ല. ഒക്കെ നമ്മളത് അടിക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ഈച്ചോന്റെ ആയാലും ആരുതായാലും എന്താ ഈച്ചോ ഇതൊക്കെ കാണിച്ചു. പക്ഷെ കട്ട് ചെയ്താലോ? പോവേ കട്ടയില്ല. കട്ട് ചെയ്യാ. ഇനി ഓല് വരണ്ടേ? ഇവ വരണ്ടേ? ഞാനൊന്നും പറയില്ല. ഇപ്പൊ കട്ട് ചെയ്യും. ഗേൾഫ്രണ്ട് സുഖമായിട്ടിരിക്കണടാ. ഞാനും പറയുന്നത്. ഞാൻ അതിൽ പറയണ്ട ഇടക്കിടക്ക് ഗേൾഫ്രണ്ടിനെ കുറിച്ച്. ട്രെയിൻ തടഞ്ഞാലോ? നമുക്ക് ഹർത്താലായിട്ട് ഓടുണ്ട്. ട്രെയിൻ തടയോ? ഇജ്ജ് തടയോ? ഇജ്ജ് മറ്റേ ഈ ട്രെയിനിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കുവോ? ഞാൻ കിടക്കൂല. എനിക്ക് ബുദ്ധിണ്ട്. നേരത്തെ കിടക്കണം എന്ന് പറഞ്ഞ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. 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 പിന്നെ പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കണം. പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടല്ലേ. നബീലിന്റെ ഫാൻസ് അവിടുന്ന് അതാ ഇതല്ലോ ഇവിടെ നബീലിന്റെ ഫാൻസ് അവിടുന്ന് കയ്യാട്ടുണ്ട്. ഓ വരൂ 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 എന്ന് പറയുന്നുണ്ട്. നബീലൊന്ന് ഒരു ആയി പറയടാ. ഇവിടെ കയറിന്ന് പറയും. എന്താ ചെങ്ങായി മോശാണ് അന്റെ. ഞാൻ പറയും. ആ പറയ്. ചെറിയ കുട്ടികളാണ്. സൺറൂഫ് പൂട്ടില്ല. ഈ പറയ്. ഇല്ല ഞാൻ നിർത്തി. എന്റെ ഒരു എന്റെ വ്ളോഗെല്ലാം അഹങ്കാരം. എന്താണ് അഹങ്കാരം? കേട്ടില്ല. ഇവിടെ കേക്കുണ്ട്. മൈക്കുണ്ട്. മൈക്കേറ്റ് ഇങ്ങോട്ട് വരണ്ട. അഹങ്കാരം മൈക്കേറ്റ് വരാണ്. അപ്പൊ ഈ ഇവിടെ നിക്കണോല് ഈ വ്ളോഗ് കാണുന്നെങ്കിൽ നബീൽ അഹങ്കാരാന്ന നബീല് പറഞ്ഞു. സൽമാനോ? അതുകൊണ്ടാണ് വരാത്ത. ഒരെണ്ണ തെരഞ്ഞു വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി ഇടാ. ആരേലും ഇടണമെന്നുള്ളത് ഞങ്ങൾ ആലോചിക്കട്ടെ. അതെന്തേ? എനിക്ക് 2GB വേണ്ടി ഇതിമ നേരമില്ലാത്ത നേരത്ത് എല്ലാരും റെഡിയായി നിന്നപ്പം നിഹാലിന് ബാത്റൂമിൽ പോവാം. നിഹാൽ എങ്ങട്ടാ പോയേ? ചാർജ് താനല്ലേ? നിഹാൽ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് പോയതാണ്. അതിന്റെ ചാർജ് ഉണ്ടാന്ന് പറഞ്ഞാണ്ട് പോയിട്ടുണ്ട്. ഏത് സിറി വിളിക്കോ? അവനെ വിളിക്കണവർക്കില്ല പോണേ. ഞാൻ ഇവിടുന്ന് സൽമാൻ പോയിട്ട് ആരെ സീറ്റ് ഞാൻ എടുക്കൂല. ടെൻഷനാണ്ട. ഫ്രണ്ട് സീറ്റ് പോയി വെച്ചിട്ട് അവിടെ സാധനങ്ങളില്ല. സ്റ്റിക്കർ ഇട്ട മാറ്റി ഇരിക്കണ്ടേ. നബീലിന്റെ ഫാൻസ് വരുന്നുണ്ട്. അപ്പൊ സൽമാൻ ഡീൽ ചെയ്യപ്പോ സൽമാൻ എന്നാ എടാ ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഒരാ സൈഡ് കേസ് എടുക്ക പോവാ. നബീൽ നടുവിലാണ്. സൽമാൻ ഖാന്റെ ഫാൻസ് എത്തി. മുഹമ്മദ് ഹായ് പറ എല്ലാരും.
വണ്ടി കുട്ടികളപ്പെടുത്തക്കാരാണ്. ഈച്ചോ 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 ഈച്ചു ഫാൻസ്. ഗൈസ് അങ്ങനെ ഈച്ചു, നിഹാൽ, സൽമാൻ ഫാൻസ് എത്തിയിട്ടുണ്ട്. വാ ഈച്ചു ഇറങ്ങ്. എന്താ പറഞ്ഞേ? നബീലിനെ കണ്ടിട്ടാണ് അനാൻഷാന്ന് പറഞ്ഞേ. അപ്പൊ ഗൈസ് നബീലിനെ കണ്ടപ്പോ എന്താണ് നബിലൂടെ മൈക്ക് വെച്ചിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. മൈക്കുണ്ട് ഇവിടെ, അവിടെ ഉണ്ട്. ബാക്ക് ക്യാമറ ആണ്, റിവേഴ്സ് ഉണ്ട് വരുമോ? മൈക്ക് സൽമാന്റെ ഉണ്ട്. എന്റെ പേരെന്താണ്? പേര് 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 പറ. പേര് പറയണ്ടതേ. പേര് പറയേ. അല്ല ഞങ്ങൾ വണ്ടിയിട്ട് കൊണ്ടുപോട്ടെ. എന്താണ് പേര്? എന്റെ പേരെന്താ? ഈ പേര് പറയണ്ടോ? ഫോട്ടോ എടുക്കാം നമുക്ക്. എന്ത് മടിയാണ്. സൺസെറ്റും കിട്ടൂല, ഒന്നും കിട്ടൂല. എല്ലാരും നിക്കി. വരി 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 വരി. പോട്ടെ ഏട്ടാ. ചെറുത് കുറച്ചേരം നിന്നാ എന്തെങ്കിലും കിട്ടും. ബായ്. വാ സൺസെറ്റ് കാണാൻ പോ. സൺസെറ്റ് ഇനി സൺസെറ്റ് കാണും. ഇജാണ് പറഞ്ഞ സൺസെറ്റ് കാണിച്ചിരുന്നു. ആ ബായ്. സൺസെറ്റ് കണ്ട നമ്മള് എന്തേ എന്താ കാട്ടണങ്ങള് മുന്നിലോ? ഞാൻ എനിക്ക് എൻ്റെ കൂടെ ഇരിക്കാനാ ഇഷ്ടം. ആ മൈക്കൻ്റെ കൂടെ ഇല്ലേ? മൈക്കൻ്റെ ഇല്ലേ? മൈക്ക് അവിടെയാണ്. ഞാൻ സൽമാൻ്റെ അടുത്ത് എന്ത് സൽമാൻ കാട്ടണ ചെയ്യ്. അപ്പൊ ഗായ്സ് ദീദു സൂര്യൻ അടിക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് സൺസെറ്റ് കാണിച്ചിരുന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിനൊക്കെ കാരണം ഒറ്റ പേര്, നിഹാൽ ഹമീദ്. ഈ സൺസെറ്റ് മിസ്സാവാനുള്ള കാരണം കുടുംബം തന്നെ ഉണ്ടല്ലോ. നിഹാലെ സൽമാനെ ഇത് മാത്രം സൺറൂഫ് അല്ലാതെ മറ്റേ മാത്രം തുറന്നിടോ? ലേറ്റ് ആണല്ലേ, അതുകൊണ്ട് കാര്യമില്ല. അപ്പോഴും കൂടുതലാണ്. കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഒരു മൈക്ക് ദുൽഖർ വിളിച്ചിട്ടുണ്ട്. എറണാകുളത്തുണ്ട്. ഡിക്യു എറണാകുളത്തുണ്ട്, തിരക്കിലാണ്. സൺസെറ്റ് കാണാൻ പോവാണ്. ഡിക്യു സൽമാ തെറ്റിയോ? അതെ സാരല്ലേ സൽമാനെ. സൽമാനെ സുലൈമാൻ തെറ്റിയോ? സൽമാനെ ഇല്ല. ആ വയ്യ അറിയില്ലല്ലേ? ഒന്ന് പറഞ്ഞിട്ടാ. നേരെ ഇങ്ങനെ പോയാതേ, നേരെ ഇങ്ങനെ പോയാതേ. അപ്പൊ ഇങ്ങനെ ഒരു ഗേറ്റ് എത്തും. എന്താ നീയല്ലേ? അല്ലല്ല പോട്ടെ പോട്ടെ പോട്ടെ, കുറച്ചോളൂ. ആ ഗൈസ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ ഇനി വെറും മിനിറ്റുകൾ മാത്രം. നിമിഷങ്ങൾ മാത്രം. പാടണ്ട, ആൾക്കാർ പോവും. സ്കിപ്പ് അടിച്ചു ലൈവ് ഒന്നുമില്ലല്ലോ. മാങ്ങല്ല, അത് പൂവാണ്. പൂവ്, പുഷ്പം. ഓ തന്നെ കുമ്പളങ്ങി വൈവാ. ആ എന്നാ സ്പൾബറാവേ. ഞാൻ സ്പൾബറാണെന്ന്. ഞാൻ വേറൊരാളാ. നിങ്ങൾ ആരാന്ന് കണ്ടുപിടിക്കും. ഓക്കെ. ഇവിടെ വന്നുള്ളത്
കയാക്കിങ്ങിനാണ്. ആരാ നീ പറയും ഞാൻ പറയില്ല. ആർക്കും മനസ്സിലായില്ല. ഇല്ല ഇച്ച് മനസ്സിലായില്ല. ആ കോമഡി ഒന്ന് കേക്കട്ടെ. ഉപ്പ് തിരിഞ്ഞടാ. കുറവായല്ലോ. സൽമാൻ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോളേ ആട് കയറിയിരുന്നാണ്. പിന്നെ അവിടുന്ന് ചാർജ് എടുക്കാനും ഒന്നിനും ഇറങ്ങിയില്ല. നീ എന്നെ വിളിച്ചാൻ പറഞ്ഞ നീ അന്നെ വിളിച്ചാനല്ലേ, ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ല. അപ്പൊ നീ സൽമാൻ പറഞ്ഞൊന്ന് പോയി വിളിച്ചായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ ബാക്കിലാണ് പറഞ്ഞത്. എന്നോട് നേരെ ഓനെ പോയി വിളിച്ചാനാ പറഞ്ഞേ, ഫോൺ വിളിക്കാനല്ല. അത് പിന്നെ എടുക്കണേന്റെ മുന്നേ പറഞ്ഞേ നമ്പർ. ഗായ്സ് അതിൻ്റെ ഇടയിൽ നിയാലിന്റെ നമ്പർ അവിടെ കാണിച്ചു. പറ്റുന്നവരെ കയ്യിൽ വിളിക്കുക. നിയാലിനെ ഫുൾ സപ്പോർട്ട് ചെയ്യുക. രാത്രി രാവിലെ ഒക്കെ വിളിച്ചു അത് തുറന്നാ മതി. മുന്നിലുള്ള ആളിറങ്ങണം. അത് സൽമാനെ അതിനെങ്കിലും ഒന്ന് ഇറങ്ങാൻ പറ്റുമോ ബ്രോ? ആ എന്നാ ഓക്കെ. സൽമാൻ എത്തിയോണ്ട് ഇറങ്ങിയാണ്. ഇഷ്ടമില്ലല്ലോ. പൂട്ടിണ്ടാവും, ലോക്ക് ചെയ്തിണ്ടാവും അല്ലേ? ഇതൊക്കെ നമ്മളെ ഏരിയ ആണ്. ആ പൂട്ടാൻ പറയട്ടോ, പൂട്ടാൻ പറയാ. ഇല്ല ഇവിടെ ആരുമില്ല. ഇവിടെ മർക്കോണി ഉണ്ട്. എടാ പൂട്ടാൻ പറയും സൽമാനോട്. ഒരു മടിയൻ ചങ്ങായി. ഓരോ കൂട്ടാണ്ട് പോരാ വെച്ചിട്ട് ടെൻഷനായി. സൽമാൻ ആകെ ടെൻഷനായി. സൽമാൻ നടന്നു വരുന്നു മാസിൽ. ചിരി നോക്കിയാ ചിരി മാറിട്ടോ. അങ്ങനെ നമ്മളെ കയാക്കിങ് ചെയ്യാനുള്ള സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് ഉള്ള കയാക്ക് ചെയ്യാൻ പോവാണ്. സ്പീക്കർ പിടിച്ചത് കുറച്ചു നേരം. എടാ മറ്റേ മൈക്കടെ എൻ്റെ അടുത്തുണ്ടോ സൽമാനെ? മറ്റേ മൈക്കടെ ആ സൽമാനെ മൈക്കടെ മൈക്ക് ഉടേന്ന് ചോദിക്കണതേ. രണ്ടാമത്തെ മൈക്കേടെ അറിയില്ല. സംഭവം നല്ല അടിപൊളി സൺസെറ്റ് ആണ്. പക്ഷെ അവിടെ പോയി കാണണം. അൽമകളെ ഒരു സീന. എല്ലാവർക്കും ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തും ഞാൻ. നടത്തുന്നുണ്ട്, കാണിച്ചു തരാം. അപ്പളല്ല എങ്ങനെയുണ്ട്? ഇതാണ് നമ്മളെ കയാക്കിങ്. വെള്ളത്തിലൊന്നുമില്ല, കളിച്ചല്ലേ ഞാൻ കാര്യം. എനിക്ക് നല്ല സീനാണ്. നബീല് കയാക്കിങ്. എടാ അതൊക്കെ ഇതില് കേട്ട് കയ്യെടു
അപ്പോൾ ഗൈസ് നബീൽ ഇതാ ഫ്രഷ് ആയിട്ട് കുളിച്ച് കഥയിൽ കയറിയിരിക്കുന്നു. നബീൽ ചെയ്താ അറിയാർന്നാ? ഓ ബാക്കി എനിക്കറിയില്ല. തള്ളിയിട്ട് ആള് നിൽക്കുന്നു. സൽമാനെ നിഹാലേ പുറത്തൊരു കുഴപ്പമില്ല ഊജിക്കോ. ട്രൗസറിന്റെ ചെയ്യാൻ വണ്ടിയിൽ തള്ളിടൂല. ഈച്ച ഒന്നും അറിയാത്ത പോലെ ഇതേ കടന്നു വെച്ചതു. ഞാൻ വിചാരിച്ചില്ല ഒരു ശരിക്കും തള്ളിയിടുന്നത്. ഞാൻ വെറുതെ ഇങ്ങനെ ആക്കൂല, നമ്മൾ അങ്ങനെ ആക്കിയതേനു. അപ്പൊ സൽമാൻ ഞാനും കൂടി കൊണ്ട് വന്നു, എന്നെ കാണിച്ചാ സൺസെറ്റ് കളഞ്ഞില്ലേ പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ആ ഫേവറിൽ ഞാനും കൂടി അങ്ങ് ഉന്തി. അപ്പൊ പോയി. പാവം വ്ളോഗിന് വേണ്ടി ത്യാഗം ചെയ്തു, സ്വന്തം വ്ളോഗിന് വേണ്ടി. സൈക്കോ വെള്ളത്തിലേക്ക് എടുത്തിയാടി. ഓനിഞ്ഞ് വണ്ടി കയറ്റണ്ട കേട്ടോ. സൽമാനും ചെറിയൊരു മൈനസായി. സൽമാന്റെ ഷർട്ട് കണ്ട ചാടി. അതെങ്ങനെ അതോ ആ ഗ്യാപ്പിൽ എങ്ങനെയോ ഊരി എങ്ങനെയാണാവോ? അതെങ്ങനെയാ ഊരിയെന്നാ അത് ഞാൻ കണ്ടില്ല. നബീല് ചാടി കഴിഞ്ഞപ്പോണ്ട് സൽമാൻ ടീച്ചർ നബീലിന്റെ കയ്യില്. സൽമാന് കുപ്പായമല്ല. ആയിക്കോട്ടെ. അല്ല ടീഷർട്ട് പോന്നുണ്ടായി. അത് വെള്ളത്തില് ഇതിമണ്ടായിട്ടോ. ആ അടുത്തില്ലേ ആ ടീഷർട്ട് മേനെ അതാ. അപ്പൊ ഒരു മൈക്കോ പോയോ? ആരെ മൈക്കാത്? എന്റെ മൈക്കോ? അന്റെ മൈക്കാണോ? ഇയാളുടെ നിന്റെ ഒന്നല്ല, എനിക്ക് ഇങ്ങനത്തെ മൈക്കില്ല. കോമഡി എന്താ അറിയോ? പറഞ്ഞെടുക്കട്ടെ, പറഞ്ഞെടുക്ക്. ഇഞ്ഞാന്ന് നമ്മള് ബർത്ത്ഡേ കേക്ക് കുറിച്ചപ്പോ ബോസ് നമ്മളെ മുഖത്തൊക്കെ കേക്ക് വെച്ചിന്. ഞാലിന്റെ മേത്ത് കൂടെ ഞാലിന്റെ മേത്ത് കേക്ക് വെച്ചിന്. കേക്ക് ഇങ്ങനെ തരമ്പി ബക്കറ്റ് വെള്ളം തൊഴിച്ച് അത് നിന്നോ എന്നിട്ടോ സ്കിപ്പ് അടിച്ചിന്. അപ്പൊ അന്ന് മുതലുള്ള ഒരു ഇടങ്ങേറേന്. നിങ്ങള് പാട്ട് പാടിയിരുന്നില്ല അവിടെ? അപ്പൊ ഗ്യാപ്പിൽ അവിടെ വന്നു. നമുക്കപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ചിരിച്ചൊക്കെ ബാക്കി ടീഷർട്ട് എന്റെ തരൂലേ? ഇത് വെള്ളത്ത് വീണപ്പോ അല്ല ഞാന് ഒന്നും പറയാനില്ല. Did you see sunset? Did you? ഏത് ഞമ്മളല്ലേ ബൈക്കും ചിലപ്പോ ചവിട്ടിടും. എന്താ കാട്ടുക? കാച്ചിയൊടുത്തും കൊണ്ട് ബാച്ചിയില് പായം കൊണ്ട് എല്ലാം ഡ്രസ് മാറ്റി വരാം. പാന്റോ ഷർട്ടൊരു ഓക്കെ ഉണങ്ങിക്കാരോ? പാന്റ് ജീൻസാ? അല്ലടാ ഇത് കോട്ടൺ പാന്റ് ജീൻസ് ആണോ? ഇത് ഇങ്ങനെ കണ്ടിട്ട് എന്റെ ഡ്രസ് ഉണ്ടോ? ഓരൊക്കെ കണ്ടൊരു ഡ്രസ് തോന്നിക്കണ്ട. എന്താ വിചാരിച്ച്? വെൽ പ്ലാൻഡ് മർഡർ ആയിരുന്നു. വെൽ പ്ലാൻഡ് മർഡർ. എനിക്കൊരു ഷർട്ട് അടിക്കാം. ഇത് പിടിച്ചാ നനഞ്ഞ മൈക്ക പള്ളിട്ടല് ആ ക്യാമറ ഇത് ഞാൻ കേക്കാക്കിയ ടീഷർട്ടോ ആണ് ഇട്ടോ. അത് ഞാനാക്കി അന്നേ കമന്റ് വന്നു എല്ലാത്തിനും പണി ചെയ്തിട്ട് മുങ്ങുന്ന നബീലിക്കൂന്ന്. അത് എന്റെ ഷർട്ടാ കേട്ടോ. കൊഴപ്പില്ല നബീല്, സോറി ട്ടോ. സുഹൃത്തുക്കളെ ഇതെല്ലാം എന്റെ ഐഡിയ
ഞാൻ പ്രതീക്ഷയില്ലട്ടോ തള്ളിയിടുന്നു. അല്ല ഇവല് ഇങ്ങനത്തെ ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ട്ടോ. അല്ല ഇവല് നിങ്ങൾ തള്ളിയിടുന്ന ആലോചിക്കില്ല, പക്ഷെ മിഞ്ഞാത്ത കഥയാണ് മനസ്സിലായതല്ലേ? അപ്പോഴാണ് മനസ്സിലായത്. മനസ്സിലായില്ലേ വീട്ടിൽ നിന്ന് കൈയാക്കി പറഞ്ഞപ്പോഴേ വർക്ക് ഒഴിവാക്കിയാൽ വന്നതിനായിരുന്നു. ഇല്ലേ പാന്റ് ഊരിങ്ങാണ്ടേ ആ ബൈക്കും അങ്ങനെ പിടിച്ചോ. എനിക്ക് ഓന്റെ അടുത്ത് നല്ല തന്നെ അല്ല എനിക്കുണ്ടായിനത്. അന്ന് ഞാൻ എന്റെ കാലൊടിച്ചു. അല്ല ഇജുണ്ട് ആ വീഡിയോ ഉണ്ട്. പറഞ്ഞു ഓർമ്മയില്ല. ചോദിച്ചു നിയാലിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇത് കാണിച്ചു. അല്ല നിയാലിനെ കാണിച്ചാ പറഞ്ഞു. മൈക്കതി എന്താ പറയാ എങ്ങോട്ട് പോകുന്നു? കപ്പ ബിരിയാണി കഴിക്കാൻ ബ്ലോഗ് ഏറ്റെടുത്തു. അത് നമ്മൾ ഒന്നിച്ചു പോകുന്നു. കപ്പ ബിരിയാണി കഴിക്കാൻ പോകണം നമ്മള്. ഉണങ്ങട്ടെ. ഒറ്റക്ക് വന്നോട്ടെ. ട്രൗസർ ഊരി കൊടുത്തേ ഇന്നലെ. നമുക്ക് റൂം വണ്ടിന്റെ വണ്ടിയിലുണ്ട്. കൊടുക്കരുത്, ഊരി കൊടുക്കരുത്. ടീഷർട്ട് എടുത്ത് ഊരി തള്ളാടേ. നിങ്ങളെങ്ങട്ടെ ഞങ്ങൾ ഉണങ്ങട്ടെ. ഇതിപ്പോ എങ്ങനെ ചാമ്പി പോലെ ആ വണ്ടി മൈക്കാളല്ലേട്ടാ. എന്നാലേ ഞങ്ങള് പോട്ടെ. ആകെ നനഞ്ഞ് ചീഞ്ഞു. കമ്പനി തൃപ്തിയായി, ഹാപ്പിയായി. ചെറുപ്പന്മാര് ഒരാവശ്യമില്ല ഇനി കേട്ട് വരണ്ടേ. എല്ലാം എൻ്റെ പ്ലാൻ തന്നെ ആയതുകൊണ്ട്. പക്ഷെ ഞാനേ ഇവരിത് മറ്റേത് ആലോചിച്ച് നിൽക്കണ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ആടാ അന്ന് കേക്ക് സംബന്ധം ഉണ്ടായറിയോ? കേക്ക് ഇവരെ മേത്തൊക്കെ കേക്ക് ആക്കിയില്ലേ. എന്നിട്ട് വേടനുള്ള റൂമിൽ പോയി ഞാൻ നിന്നു. വേടനെ ഞാൻ ഓലെല്ലാവരും ഒരുമിച്ചല്ലേ അപ്പുറത്ത്. അതിൽ ഇവർക്ക് ഒന്നും കാട്ടാൻ കഴിയില്ല. ഓലയുടെ ഇപ്പം എന്ത് കാട്ടാൻ ഇവര് മേത് പൂട്ടിയോ? ഇല്ല. ആ ശരിയല്ലേ, അടക്കാൻ പറയണം. ഇതെങ്ങനെ ഇപ്പം ഞാൻ ഉണങ്ങാം? നമുക്ക് പോയി എൻ്റെ വണ്ടി പോയിട്ട് എൻ്റെ വണ്ടി ആടണ്ടേ. ഈ കാണുന്നതാണ് ചത്ത വവ്വാൽ ലൈനിൽ കുടുങ്ങിയിരിക്കുന്നു. ഫോണിന് ഫോക്കസിന് എന്തോ പറ്റി. അങ്ങനെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രകൃതി രമണീയമായ കടമക്കുടി. കടമക്കുടിയിലൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ രമണീയമായ ഒരു സ്ഥലം തന്നെയാണ്. എടാ ഇത് ഡെഡ് എൻഡ് ആണ്. ഡിസ്കേ അല്ലല്ലേ? ആണ്. ഈ തിരിച്ചോ? ഇതിൽ വയ്യൊന്നുമില്ല. ബോട്ടൊക്കെ കഴിഞ്ഞു, സർവീസ് കഴിഞ്ഞു. ഇതെവിടെ അറിയോ? ഇത് ക്ലബ് റിവേക്കിൻ്റെ അപ്പുറത്ത് തന്നെ. നമ്മൾ കയക്കിങ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഇവിടുന്ന് കാണുമോ? എടുത്തു. എക്സസൈസ് ചെയ്യണം.
അതുള്ളൂ മറ്റേ നമ്മളവിടെ സൽമാൻ ആകെ കളിക്കുന്നു. നമുക്ക് പോകട്ടെ. അങ്ങനെ അതിനൊക്കെ നാക്കിട്ട് ചിലപ്പോ സാഹചര്യം സന്ദർഭമുണ്ട്. ഈ കളിപ്പാട്ടത്തിന് മുന്നിൽ വന്നിട്ടല്ലേ മൈക്കന്റെ നെഞ്ഞത്ത് കുത്തി ക്യാമറയും തുടച്ചു. അതിനെത്രയാ എന്തൊക്കെ നോക്ക സൽമാൻ ചെറുപ്പകാലത്തിലേക്ക് പോയിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് വാങ്ങാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് തിരിച്ചു കൊടുക്കാൻ ആണോ? അത് തോക്കാണ്. മൂപ്പര് ലേസറാണ്. എവിടേക്കാണ് പോണേ? ഓ അവിടെ എത്തിയില്ലേ? അവിടെ ചേട്ടനത് സ്ഥിരം ഏട്ടന് വേണ്ടേ? ഏട്ടൻ വാങ്ങുന്നല്ലേ? എന്ത് തോക്ക് പിടിച്ചോ? ഞാനിപ്പോ വെടി പൊട്ടിക്കാൻ പോവാണേ. എന്താ ചിരിച്ച്? ആളുകളുടെ ശ്രദ്ധ വെടി പൊട്ടിക്കണുണ്ടോ? ഞാൻ മേടിച്ചതാണ് കേട്ടോ അത്. ഹേന്ന് ഏത് കാരോട് പറഞ്ഞതാണ്. ഫുള്ള് പറഞ്ഞത് ഹേ ഞാൻ മേടിച്ചതാണ് കേട്ടോ ഹേന്ന്. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിട്ട് നിഹാൽ എന്ത് മേടിച്ചു പറയാം? തോക്ക് മേടിച്ചു. നീ പൊട്ടിച്ച് കാണിച്ചു. എന്ത് വെടി? ഓ അതോ? അത് വേദന ആവും. അല്ല അത് വേണ്ട, അതൊന്നും കൊടുക്കണ്ട. ഓരോ വേദന ആക്കണമെന്ന് കൊടുക്കില്ല. ബൈ ബൈ പാകലാത്മീയ ഭയ്യ. സാധനം വാങ്ങൂലോ പാകൽ പാകൽ ഭയ്യ പാകൽ ആദ്മി തുടങ്ങി. പിരാന്തൻ തുടങ്ങി. പിരാന്തൻ ഓണായി. ചെങ്ങായി എന്താ ലംബവനൊക്കെ ഒന്ന് നന്നായോക്ക. പിന്നെ ഓൻ്റെ കൈക്ക് കിട്ടാൻ പോണ തോക്ക് ഇതാണേ. അത് ഉണ്ട വരും, മറ്റേ പുക മാത്രമേ വരുള്ളൂ. പിന്നെ ഇന്നെ വെക്കരുത് കേട്ടോ. ആ ഓരോ തോക്ക് വാങ്ങണ്ടേ. ഓൻ്റെ ചന്തിക്കുന്ന നീയാളുടെ വേദന വരണം, മോട്ടയാവണം. ഒറിജിനൽ മേടിച്ചത് പവറിന്റെ ഒറിജിനൽ മേടിച്ചത്. അത് മൈക്ക കാക്ക് മനസ്സിലായി. നമ്മളോട് ഇനി കച്ചവടം ചെയ്തിട്ട് കാര്യമില്ലെന്ന് കാക്ക് മനസ്സിലായി. ആ പിരാന്തനെ കൂട്ടിക്കൊണ്ടെന്നാ നിങ്ങളോ എസ്വിക്ക് എടുത്ത് ചാടിയിൽ പാണ്ട്. വെക്കടാടി. അതൊക്കെ വേറെ ഏതോ അറിയാത്ത ഭാഷ തെറി കേൾക്കേണ്ടി വരും കേട്ടോ. തീ വരുന്നു കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ.